വലിയ ലാഭമെന്ന് കരുതി എടുക്കുന്ന പല തീരുമാനങ്ങളും ശരിക്കും ശരിയാണ്. നമ്മൾ ഒരു കോഫി ഷോപ്പിൽ ചെന്ന് 2 സൈസ് കോഫികൾ കാണുന്നു. ചെറിയ കോഫിക്ക് 100 റുപ്പീസ്, വലിയ കോഫിക്ക് 200 റുപ്പീസ്. നമ്മൾ വിചാരിക്കും, 200 വല്ലാതെ കൂടുതലാണ്, എനിക്കൊരു ചെറിയൊരു കോഫി മതി എന്ന്. പെട്ടെന്നാണ് ആ ഷോപ്പിലുള്ള ആള് അതിനിടയിലേക്ക് ഒരു മീഡിയം സൈസ് കോഫി കൂടി വെക്കുന്നത്. എന്നിട്ട് പറയും, ഇതിന്റെ വില 180, ഇതൊരു മീഡിയം സൈസ് കോഫിയാണ് എന്നൊക്കെ. അപ്പൊ ഇതോടെ നമ്മുടെ ആ ചിന്താഗതി ആകെ മാറും. 180 റുപ്പീസിന് മീഡിയം കോഫി കാണുമ്പോൾ വെറും ഒരു 20 റുപ്പീസും കൂടി ഇട്ടാൽ 200 റുപ്പീസിന് വലിയ കോഫി കിട്ടുമല്ലോ എന്നാവും നമ്മുടെ ചിന്താരീതി. പെട്ടെന്ന് ആ വലിയ കോഫി വലിയൊരു ലാഭമായിട്ട് നമ്മുടെ ബ്രെയിൻ അനുഭവപ്പെടും. ശരിക്കും നമുക്ക് ആ വലിയ കോഫിയുടെ ആവശ്യം ഉണ്ടായിട്ടല്ല, മറിച്ച് ആ മീഡിയം കോഫി നമ്മുടെ ചിന്തകളെ സ്വാധീനിച്ചത് കൊണ്ടിട്ടാണ് നമ്മൾക്കത് വാങ്ങിയത്. കടക്കാര് വെറുതെ വെച്ച ആ മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ തീരുമാനത്തെ മാറ്റാനിടയായത്. അതായത് ആളുകൾ ആകർഷകമല്ലാത്ത ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ബോധപൂർവം മുന്നിലേക്ക് വെച്ച് അവര് കൂടുതൽ പണം കൊടുക്കാൻ തയ്യാറാക്കുന്ന രീതിയിൽ ചിന്തകളെ മാറ്റിയെടുക്കുന്ന ഒരു ബിസിനസ് തന്ത്രമാണ് ഇത്. ഇത് വെറും ഒരു ഷോപ്പിങ്ങിലും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളിലും റിലേഷൻഷിപ്പുകളിലും ഒക്കെ ഇത് സംഭവിക്കാം. മറ്റൊരു മോശം ഓപ്ഷന്റെ കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ പോവാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ: ഒന്ന്, റിമൂവ് കമ്പാരിസൺ. ആ മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും ഇതേ കാര്യം തന്നെ തിരഞ്ഞെടുക്കുമോ എന്ന് സ്വയം ചോദിക്കാം. മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാതെ ആ കാര്യത്തെ മാത്രം തന്നെ വിലയിരുത്തുക. ഡിഫൈൻ ക്രൈറ്റീരിയ. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് കൃത്യമായി മനസ്സിലുറപ്പിക്കുക. ഉദാഹരണത്തിന്, എനിക്കൊരു ചെറിയൊരു കോഫി മതി എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കുക. ഡോണ്ട് ജസ്റ്റ് ചേസ് ഡീൽസ്. വലിയൊരു ഓഫർ അല്ലെങ്കിൽ ലാഭം കാണുമ്പോൾ മാത്രം എടുത്ത് ചാടാതിരിക്കുക. ഒരു നല്ല ഓഫർ വന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു തീരുമാനമാകും എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നല്ല ഓഫറുകളെല്ലാം നല്ലതാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ എന്തിനോടാണോ താരതമ്യം ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ തീരുമാനങ്ങൾ മാറുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത ചോയ്സ് മറ്റാരുടെയും സ്വാധീനത്തിലല്ല എന്ന് ഉറപ്പുവരുത്തുക. അത് ഷോപ്പിങ്ങിലായാലും റിലേഷൻഷിപ്പിലായാലും മറ്റെന്ത് ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും.